പതിറ്റാണ്ടുകൾക്ക് ശേഷം പശ്ചിമ ബംഗാളിൽ ആദ്യമായി ഒരു ബി സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ്. ഭരണം തുടങ്ങി 2 മാസം തികയുന്നതിന് മുമ്പ് ജൂൺ 29-ന് ബംഗാൾ നിയമസഭ ഒരു പുതിയ ബില്ല് പാസാക്കി. ദ വെസ്റ്റ് ബംഗാൾ പബ്ലിക് സേഫ്റ്റി ആൻഡ് കൺട്രോൾ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ബിൽ 2026. മാധ്യമങ്ങളും നിയമവിദഗ്ധരുമൊക്കെ ഈ ബില്ലിന്റെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തരാൻ തുടങ്ങിയിട്ടുണ്ട്. പൊതുവെ ഗുണ്ട ആക്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ നിയമം എന്താണ്? കരുതൽ തടങ്കൽ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണോ? എന്തുകൊണ്ടാണ് ഈ നിയമം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? ആഗോളതലത്തിൽ ഇത്തരം നിയമങ്ങൾക്കെതിരെ എതിർപ്പുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ നിലവിൽ എത്ര പേരെയാണ് സർക്കാർ കരുതൽ തടങ്കൽ വെച്ചിട്ടുള്ളത്? നമുക്ക് പരിശോധിക്കാം. ലളിതമായി പറഞ്ഞാൽ ഇതൊരു കരുതൽ തടങ്കൽ അഥവാ പ്രിവെന്റീവ് ഡിറ്റൻഷൻ നിയമമാണ്. അതായത് ഒരാൾ കുറ്റം ചെയ്തതുകൊണ്ടല്ല, മറിച്ച് അയാൾ ഭാവിയിൽ സമൂഹത്തിന് അപകടമായേക്കാവുന്ന എന്തെങ്കിലും കുറ്റം ചെയ്തേക്കാം എന്ന സംശയത്തിന്റെ പേരിൽ മുൻകൂട്ടി ജയിലിൽ അടയ്ക്കുന്ന രീതി. ഈ നിയമപ്രകാരം ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക? നിയമം നൽകുന്ന നിർവചനം അനുസരിച്ച് ഗുണ്ടകൾ എന്ന കാറ്റഗറിയിൽ പെടുന്നവരെ, ഒറ്റയ്ക്കോ കൂട്ടമായോ അല്ലെങ്കിൽ ഒരു സിൻഡിക്കേറ്റിന്റെ ഭാഗമായോ പതിവായി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും സാമ്പത്തിക സഹായം നൽകുകയും സൗകര്യമൊരുക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഗുണ്ട എന്ന നിർവചനത്തിൽ പെടും. കൂടാതെ ആംസ് ആക്ട്, NDPS ആക്ട്, എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട്, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്, ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 111, 112 അനുസരിച്ച് ഓർഗനൈസ്ഡ് ക്രൈം ചുമത്തപ്പെട്ടവർ എന്നിവരും ഇതിൽപ്പെടും. ഒരു ജില്ലാ മജിസ്ട്രേറ്റിനോ പോലീസ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഒരാളെ തടങ്കൽ വയ്ക്കാൻ ഉത്തരവിടാം. കാലാവധി 1 വർഷം വരെയാകാം. ഇന്ത്യയിൽ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പോലെയുള്ള മറ്റ് കരുതൽ തടങ്കൽ നിയമങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ബംഗാളിലെ പുതിയ നിയമത്തെ വ്യത്യസ്തമാക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, ആന്റി സോഷ്യൽ എന്ന വാക്കിന്റെ നിർവചനം വളരെ വിപുലമാക്കി. ആരാണ് ആന്റി സോഷ്യൽ? ആരുമാവാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊതുജനങ്ങളിൽ ഭയം ഉണ്ടാക്കുക, ക്രമസമാധാനം തകർക്കുക എന്നിവയ്ക്ക് പുറമെ ബിസിനസ്സുകളെയോ തൊഴിലിനെയോ തടസ്സപ്പെടുത്തുക, പൊതുമുതൽ നശിപ്പിക്കുക, നിയമവിരുദ്ധമായ മണൽ ഖനനം, വനം, വന്യജീവി കടത്ത് എന്നിവയും ഇതിന്റെ പരിധിയിൽ വരും. ഇതിലൂടെ സർക്കാരിന് ആരെ വേണമെങ്കിലും ഈ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. 2, ഡിനയൽ ഓഫ് ലീഗൽ കൗൺസിൽ, അതായത് നിയമസഹായം എടുക്കാനുള്ള അവകാശം നിഷേധിക്കൽ. നിയമപ്രകാരം രൂപീകരിക്കുന്ന ഒരു അഡ്വൈസറി ബോർഡ് 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ നടപടി പരിശോധിക്കണം. ഹൈക്കോടതി ജഡ്ജിയോ മുൻ ജഡ്ജിയോ ആയിരിക്കും ഈ ബോർഡിന്റെ അധ്യക്ഷൻ. എന്നാൽ നിയമത്തിലെ സെക്ഷൻ 10 ക്ലോസ് 4 അനുസരിച്ച് തടവിലാക്കപ്പെട്ട വ്യക്തിക്ക് ഈ ബോർഡിന് മുന്നിൽ ഒരു വക്കീലിനെ വെക്കാൻ സാധാരണഗതിയിൽ അവകാശമില്ല. പ്രത്യേക അനുമതിയുള്ള കേസുകളിൽ മാത്രമേ ഇതിന് സാധിക്കൂ. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് പറയേണ്ടി വരും. 3, ക്ലോക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ലൂപ്പ് ഹോൾ, അതായത് 1 വർഷത്തെ തടവ് കാലാവധി കഴിഞ്ഞാൽ കാരണം കാണിച്ച് സർക്കാരിന് പുതിയ ഉത്തരവിലൂടെ അയാളെ വീണ്ടും തടവിലാക്കാം. അതായത് വിചാരണ ഇല്ലാതെ ഒരാളെ എത്ര കാലം വേണമെങ്കിലും ജയിലിലിടാൻ സാധിക്കും എന്നർത്ഥം. ഇനി നമുക്ക് അല്പം ചരിത്രം പരിശോധിക്കാം. കരുതൽ തടങ്കൽ എന്നത് നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ കാര്യമല്ല. ബ്രിട്ടീഷുകാർ 1818 മുതൽക്കേ ഇത്തരം നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കിയിരുന്നു. അതിനുശേഷമാണ് 1919 റൗലറ്റ് ആക്ട് വരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഭരണഘടനാ ശില്പികൾ ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 21, 22 ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. എന്നാൽ അതിനൊപ്പം തന്നെ ഒരു എക്സെപ്ഷനായി കരുതൽ തടങ്കലും ഭരണഘടനയിൽ നിലനിർത്തി. ലോകത്തെ സ്വന്തം ഭരണഘടനയിൽ തന്നെ ഈ രീതിയിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഉൾപ്പെടുത്തിയ ചുരുക്കം ചില ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന തരത്തിലുള്ള കരുതൽ തടങ്കൽ സംവിധാനങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും നിരക്കാത്തതാണെന്നായിരുന്നു യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയുടെ നിരീക്ഷണം. ഇനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ വന്ന പ്രധാന കരുതൽ തടങ്കൽ നിയമങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തേത് 1950 പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് ആണ്. ഈ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത പ്രശസ്തമായ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന കേസാണ് ഇന്ത്യയിലെ പ്രിവെന്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസ്. 1971 കൊണ്ടുവന്ന മിസ നിയമം അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. 1980 നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഇപ്പോഴും നിലവിലുണ്ട്. 1985 വന്ന ടാഡ നിയമവും 2002 പോട്ട നിയമവും പിന്നീട് റദ്ദാക്കപ്പെട്ടു. ഭരണഘടന അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ വിഭാവനം ചെയ്ത ഈ സംവിധാനം ഇന്ന് സാധാരണ ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയമായതുകൊണ്ട് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇതിൽ നിയമമുണ്ടാക്കാം.
ഇന്ത്യയിൽ നിലവിൽ ഏകദേശം 25 സംസ്ഥാനങ്ങളിൽ കരുതൽ തടങ്കൽ നിയമങ്ങളുണ്ട്. തമിഴ്നാട്, തെലങ്കാന, കേരളം, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എല്ലാം ഗുണ്ട ആക്ടുകളുണ്ട്. അടുത്തിടെ സുപ്രീം കോടതി തെലങ്കാനയിലെ നിയമത്തെ കരിനിയമം എന്ന് വിമർശിക്കുകയുണ്ടായി. ജാമ്യം കിട്ടിയ ഒരാളെ വീണ്ടും തടങ്കലിൽ വെക്കാൻ പോലീസ് ഈ നിയമം ദുരുപയോഗം ചെയ്തപ്പോഴായിരുന്നു അത്. ജമ്മു കശ്മീരിലെ പബ്ലിക് സേഫ്റ്റി ആക്ട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. മുൻ മുഖ്യമന്ത്രിമാരായ മെഹബൂബ മുഫ്തി, ഒമർ അബ്ദുള്ള, ഫാറൂഖ് അബ്ദുള്ള എന്നിവരെയെല്ലാം ഈ നിയമം ഉപയോഗിച്ച് കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2024 ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലാകെ 20,504 പേരാണ് വിചാരണയില്ലാതെ കരുതൽ തടങ്കലിൽ കഴിയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഭൂരിഭാഗവും, അതായത് 19,449 പേരും സംസ്ഥാനങ്ങളിലെ ഗുണ്ടാക്ടുകൾ പ്രകാരമാണ് ജയിലിൽ കഴിയുന്നത്. NSA വഴി ജയിലിലുള്ളത് വെറും 54 പേർ മാത്രമാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഈ നിയമം രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ദുരുപയോഗം ചെയ്യില്ല എന്ന് നിയമസഭയിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം വിശ്വസിക്കാം? സംശയമാണ്. കാരണം ചരിത്രപരമായി നോക്കിയാൽ ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1950 മുതൽ ഇന്ത്യ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന വലിയൊരു ചോദ്യം വീണ്ടും ഈ നിയമം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. സ്വന്തം പൗരന്മാരുടെ മൗലികാവകാശങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും വിചാരണ കൂടാതെ ഇല്ലാതാക്കാൻ ഭരണകൂടത്തിന് അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പരിധി എവിടെയായിരിക്കണം? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് നിയമനിർമ്മാണ സഭകളുടെയും കോടതികളുടെയും കൂട്ടുത്തരവാദിത്തമാണ്. ആഗോളതലത്തിൽ തന്നെ എതിർക്കപ്പെടുന്ന പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന ആശയത്തെ ഇന്ത്യ കൂടുതൽ ശക്തിയായി അതിന്റെ ദൈനംദിന ഭരണ വ്യവഹാരങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് എന്നത് പറയാതെ വയ്യ.